നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ എം മുകേഷ് എംഎൽഎക്കെതിരെ കുറ്റപത്രം തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നവമി ദിനേശ് ചേരുന്നു. നവമി, ഏറെ പ്രമാദമായ കേസാണ്. മുകേഷിനെതിരെ വലിയ നീക്കമുണ്ടായതാണ്. എന്താണ് ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ? സജിത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു മുകേഷിനെതിരെയും ഒപ്പം ഇടവേള ബാബു ഉൾപ്പെടെയുള്ള 7ഓളം പേർക്കെതിരെ ഒരു ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതി. അതിൽ മുകേഷിനെതിരായിട്ടുള്ള കുറ്റപത്രവും അതോടൊപ്പം തന്നെ ഇടവേള ബാബുവിനെതിരായിട്ടുള്ള കുറ്റപത്രവുമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഇടവേള ബാബുവിനെതിരായിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ്. ഇത് കൊച്ചി നോർത്ത് പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഇത് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്ത് അന്വേഷിക്കുകയായിരുന്നു. ഇതിൽ 30ലധികം സാക്ഷികളുണ്ടെന്നാണ് കുറ്റപത്രത്തിൽ സമർപ്പിച്ചത്. 30ലധികം സാക്ഷികളുണ്ട്. അതോടൊപ്പം തന്നെയാണ് വടക്കാഞ്ചേരി സിനിമാ സെറ്റിൽ വെച്ച് നടൻ മുകേഷ് മോശമായി പെരുമാറിയെന്നും പിന്നെ അവിടെയുള്ള ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്നും ആലുവ സ്വദേശിയായ നടി പരാതി നൽകിയിരുന്നു. ഇതിലാണ് മുകേഷിനെ എതിരെ കുറ്റം, അതായത് മുകേഷിനെതിരായിട്ടുള്ള കുറ്റപത്രത്തിൽ ഈ കുറ്റപത്രത്തിൽ മുകേഷ് കുറ്റക്കാരനാണെന്ന് കാര്യം കൂടി SIT കണ്ടെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കൂടിയാണ് വടക്കാഞ്ചേരി കോടതിയിലും സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇനി തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്നും മുകേഷിന് മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കുറ്റപത്രം കൂടി സമർപ്പിക്കുമ്പോൾ ഇനി ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ഇനി എന്നായിരിക്കും കേസ് അടുത്തത് പരിഗണിക്കുക, എന്തായിരിക്കും ഇതിന്റെ വിധി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. സജിത്ത്, എന്തായാലും പോലീസിന്റെ കുറ്റപത്രത്തിൽ മുകേഷിനെതിരെ വലിയ പരാമർശങ്ങളുണ്ട്. അത് സ്വാഭാവികമായും ഈ കേസിന്റെ ഭാവിയെ സ്വാധീനിക്കുന്നതാണ്. മുകേഷിനെതിരെ വലിയ ആരോപണമാണ് ഭരണകക്ഷി MLA കൂടിയായ മുകേഷിനെതിരെ പോലീസിന്റെ കുറ്റപത്രത്തിലുള്ളത് എന്നതും ശ്രദ്ധേയമാണ്.